ഓൺ ഹീലിംഗ് ആണ്. ഓൺ ഹീലിംഗിൽ ഞാൻ കുറച്ചിട്ട് ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പൊ നോട്ട് എഴുതിയെടുത്തോ. ഓൺ ഹീലിംഗിൽ ആകെപ്പാടെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേജസും പിന്നെ കോംപ്ലിക്കേഷൻസും ഫാക്ടേഴ്സ് അഫക്റ്റിംഗും ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്റ്റേജ് പറയാം. ഓക്കെ ഓക്കെ. സ്റ്റേജസ് 5 സ്റ്റേജസ് ആണ് നമ്മുടെ SRB പറയുന്നത്. ഫസ്റ്റ് സാധാരണ ഒരു വൂണ്ട് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ആദ്യം അവിടെ നിന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ. അത് കഴിയുമ്പോൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് എന്തുവാ? ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാവും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. പിന്നെ പയ്യാതെ എപ്പിത്തലൈസേഷൻ നടക്കും, സ്റ്റേജ് ഓഫ് എപ്പിത്തലൈസേഷൻ. പിന്നെ സ്കാർ ഉണ്ടാവും, സ്റ്റേജ് ഓഫ് സ്കാർ ഫോർമേഷൻ ആൻഡ് റിസോർപ്ഷൻ. ഫൈനലി സ്റ്റേജ് ഓഫ് മെച്ചുറേഷൻ. അങ്ങനെ 5 സ്റ്റേജസ് ആയിട്ടാണ് ഹീലിംഗ് നടക്കുന്നത്. അത് 3 ഫേസ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ഫേസ്, പിന്നെ പ്രൊലിഫറേറ്റീവ് ഫേസ്, പിന്നെ റീമോഡലിംഗ് ഫേസ്. 3 ഫേസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻഫ്ലമേറ്ററി ഫേസ്. ഫസ്റ്റ് ഇൻഫ്ലമേറ്ററി ഫേസ്. ഇൻഫ്ലമേറ്ററി ഫേസ് എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കണ്ട, നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഫോർമേഷൻ തൊട്ട് 72 hours ഇൻഫ്ലമേറ്ററി ഫേസ് ആണ്. അതായത് ഫസ്റ്റ് ഊണ്ടുണ്ടായി 3 ദിവസത്തിനകത്ത് നടക്കുന്നതാണ് ഇൻഫ്ലമേറ്ററി ഫേസ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 ഇവന്റ്സ് ആണ്. ഒന്ന് ഹീമോസ്റ്റാസിസും പിന്നെ ഒന്ന് ഇൻഫ്ലമേഷനും. ഹീമോസ്റ്റാസിസിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് നമ്മുടെ ആർട്ടറീസിന് ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യും? കൺസ്ട്രിക്ട് ചെയ്യും. ആദ്യം വാസോ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. വാസോ കൺസ്ട്രക്ഷൻ നടക്കും. പിന്നെ ഹീമോസ്റ്റാസിസ് നടക്കും. ഹീമോസ്റ്റാസിസ് പ്രൈമറി ഹീമോസ്റ്റാസിസ് ഉണ്ട്, സെക്കൻഡറി ഹീമോസ്റ്റാസിസ് ഉണ്ട്. അപ്പൊ ആദ്യം കുറെ പ്ലേറ്റ്ലെറ്റ്സ് അങ്ങോട്ട് വന്ന് അഗ്രിഗേറ്റ് ചെയ്ത് പ്രൈമറി ഹീമോസ്റ്റാസിസ് ഉണ്ടാക്കും. അതിനുശേഷം ഫൈബ്രിൻ ഒക്കെ വന്ന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കും. പ്ലേറ്റ്ലെറ്റ്സ് ഫൈബ്രിൻ എല്ലാം കൂടി ചേർന്ന് ഒരു ക്ലോട്ട് ഉണ്ടാക്കും. അതാണ് സെക്കൻഡറി ഹീമോസ്റ്റാസിസ്. ഇതാണ് അതിനകത്ത് നടക്കുന്ന ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫ്ലമേഷൻ, വാസോ ഡയലറ്റേഷൻ നടക്കും. അപ്പൊ ഇനിഷ്യലി വാസോ കൺസ്ട്രക്ഷൻ നടക്കും ഇൻഫ്ലമേറ്ററി ഫേസിൽ, അതിനുശേഷം വാസോ ഡയലറ്റേഷൻ നടക്കും. ഓക്കെ, വാസോ ഡയലറ്റേഷൻ നടക്കുമ്പോഴത്തേനും എന്താ വാസ്കുലർ പെർമിയബിലിറ്റി ഒക്കെ കൂടും. പിന്നെ ഫാഗോസൈറ്റോസിസ്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് ആണ് വരുന്നത്. ആ ഫസ്റ്റ് 48 hours പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം അതങ്ങ് പോവും. എന്തായാലും ഇൻഫ്ലമേറ്ററി ഫേസിന്റെ സമയത്ത് മെയിൻ ആയിട്ട് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് വരുന്നത്. ഇത്രയാണ് അവിടുത്തെ ഇവന്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഹീമോസ്റ്റാസിസും ഇൻഫ്ലമേഷനും. ഹീമോസ്റ്റാസിസിനകത്ത് വാസോ കൺസ്ട്രക്ഷൻ ഓർക്കണം, പ്രൈമറി ഹീമോസ്റ്റാസിസ്, സെക്കൻഡറി ഹീമോസ്റ്റാസിസ്. ഇൻഫ്ലമേഷനിൽ നമ്മൾ വാസോ ഡയലറ്റേഷൻ, ഇനിഷ്യലി വാസോ കൺസ്ട്രക്ഷൻ, പിന്നെ വാസോ ഡയലറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതാം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? റൂബർ, കാലർ, ഡോളർ, ലോസ് ഓഫ് ഫംഗ്ഷൻ. അതും ഒക്കെ ഈ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് എഴുതാം. അപ്പൊ ഇൻഫ്ലമേറ്ററി ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് എന്താ? പ്രൊലിഫറേറ്റീവ് ഫേസ്. പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഫ്രം 3 days to 3 weeks അല്ലെങ്കിൽ 6 weeks വരെ, അതാണ് പ്രൊലിഫറേറ്റീവ് ഫേസിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് എഴുതിയേക്കുന്നത് നോക്കണ്ട കേട്ടോ, ഞാൻ SRBയിലല്ലേ പറയുന്നത്. അപ്പം ഇൻഫ്ലമേറ്ററി ഫേസ് ആണ് ഫസ്റ്റ് 3 days. പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ 3 days to 6 weeks. ഓക്കെ, ഇനി ഇവന്റ്സ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് ഗ്രാനുലേഷൻ, ആൻജിയോജെനസിസ്, കൺട്രാക്ഷൻ, എപ്പിത്തലൈസേഷൻ. ഈ 4 ഇവന്റ്സ് ആണ് ഈ ഒരു ഫേസിൽ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് എന്തുവാ ആദ്യം വരുന്നത് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്. അത് ഫസ്റ്റ് 48 hours മാത്രമേ മാക്സിമം ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ അതങ്ങ് കുറഞ്ഞു പോകും. പിന്നെ വരുന്നത് മാക്രോഫേജസ്. അപ്പൊ ഈ ഒരു ഫേസിൽ എന്ന് പറഞ്ഞാൽ മാക്രോഫേജസ് ആണ് വരുന്നത്. മാക്രോഫേജസ് വന്നിട്ട് എന്തോ ചെയ്യും? വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യും. ഓക്കെ, ഈ വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ട്യൂമർ നെക്രോസിംഗ് ഫാക്ടർ ആൽഫ, TGF ബീറ്റ, ഇതൊക്കെ റിലീസ് ചെയ്യും. ഇതൊക്കെ റിലീസ് ചെയ്തിട്ട് ആൻജിയോജെനസിസ് ഉണ്ടാക്കും. ഓക്കെ, ആൻജിയോജെനസിസ് നടക്കും. ആൻജിയോജെനസിസ് നടന്നിട്ട് നിയോ കാപ്പിലറീസ് ഉണ്ടാവും. പിന്നെ ഈ നിയോ കാപ്പിലറീസ് ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഫേസിലാണ് ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ നിയോ കാപ്പിലറീസ്, ഫൈബ്രോബ്ലാസ്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. കൊളാജൻ, ഹയാലുറോണിക് ആസിഡ്, ഫൈബ്രോനെക്റ്റിൻ, ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ചെയ്യുന്നത്. അപ്പൊ അത് 2 ഇവന്റ്സ് ആയി. ഗ്രാനുലേഷൻ നടന്നു, ആൻജിയോജെനസിസ് നടന്നു. പിന്നെ ഈ ഫൈബ്രോബ്ലാസ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കൺട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ കൺട്രാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് ആ ഡിഫക്റ്റിനെ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യാൻ നോക്കും. കൺട്രാക്ഷൻ നടക്കും. പിന്നെ എപ്പിത്തലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയേക്കുന്നത് എപ്പിത്തീലിയൽ സെൽസ് മൈഗ്രേറ്റ് ചെയ്ത് ആ ഒരു ബ്രേക്ക് ക്ലോസ് ചെയ്യാൻ നോക്കും. ബിറ്റ്വീൻ ദ വൂണ്ട് ആൻഡ് എൻവയോൺമെന്റ് എപ്പിത്തീലിയൽ സെൽസ് മൈഗ്രേറ്റ് ചെയ്ത് വരും. അതാണ് 4 ഇവന്റ്സ്: ഗ്രാനുലേഷൻ, ആൻജിയോജെനസിസ്, കൺട്രാക്ഷൻ, എപ്പിത്തലൈസേഷൻ. 4 ഇവന്റ്സ് ഇവിടെ. ഓക്കെ, ഇനി അടുത്ത ഫേസ് ആണ് റീമോഡലിംഗ് ഫേസ്. റീമോഡലിംഗ് ഫേസ് ആണ് 6 weeks to 6 months ആണ്.
അത് നോക്കണ്ട കേട്ടോ. 6 weeks to 6 months. ഓക്കെ, 6 months അല്ലെങ്കിൽ 2 years വരെ പോവാം. ഓക്കെ. പിന്നെ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മുടെ പ്രൊലിഫറേറ്റീവ് ഫേസിൽ ഫൈബ്രോബ്ലാസ്റ്റ് വന്നിട്ട് കൊളാജൻ ഫൈബേഴ്സ് ലേ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞാൽ ടൈപ്പ് 3 കൊളാജൻ ഫൈബേഴ്സാ. ഈ സ്റ്റേറ്റിൽ റീമോഡലിംഗ് ഫേസിലോട്ട് വരുമ്പോൾ ടൈപ്പ് 3 മാറി ടൈപ്പ് 1 ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. ടൈപ്പ് 1 കൊളാജൻ ഫൈബേഴ്സ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അതിന്റെ ഒരു റേഷ്യോ അവർ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 1 to ടൈപ്പ് 3 കൊളാജൻ 4:1 റേഷ്യോയിലാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് മെച്യൂർ ആവും എന്ന് വെച്ചാൽ ക്രോസ് ലിങ്കിങ്, റീ അലൈൻമെന്റ് ഇതൊക്കെ അണ്ടർഗോ ചെയ്യും. അങ്ങനെയാണ് പറയുന്ന ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നത്. ഊണ്ടിന് ഒരു സ്ട്രെങ്ത് കിട്ടുന്നത് ഈ റീമോഡലിംഗ് ഫേസിലാണ്. കാരണം എന്താ, അവർ ക്രോസ് ലിങ്കിങ്, റീ അലൈൻമെന്റ് ഒക്കെ അണ്ടർഗോ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഫേസിൽ നടക്കുന്നതാണ് മെച്ചുറേഷൻ ഓഫ് കൊളാജൻ ഫൈബേഴ്സ്. അങ്ങനെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ ഊണ്ട് ഉണ്ടാവും. പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാർ ടിഷ്യൂവിന് ഒറിജിനൽ ടിഷ്യൂന്റെ 80% സ്ട്രെങ്തേ വരത്തുള്ളൂ. ഫുൾ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ പറ്റൂല. 80% സ്ട്രെങ്ത് വരെയൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ റീമോഡലിംഗ് ഫേസിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരും കേട്ടോ. ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് സ്പെഷ്യൽ ആയിട്ട് പറയുവാണെങ്കിൽ ഫസ്റ്റ് 48 hours പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്, പിന്നെ മാക്രോഫേജസ്, പിന്നെ ടി ലിംഫോസൈറ്റ്സ്. PMN എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 48 hours. അത് കഴിഞ്ഞാൽ അതൊന്നും കുറയും. പിന്നെ മാക്രോഫേജസ് വരും. മാക്രോഫേജസ് ആണ് വൂണ്ട് ഹീലിംഗിന്റെ സമയത്ത് ഫുൾ പേഴ്സിസ്റ്റ് ചെയ്യുന്നത്. മാക്രോഫേജസ്. പിന്നെ ഉള്ളതാണ് ടി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സിന് വലിയ റോൾ ഒന്നുമില്ല. ടി ലിംഫോസൈറ്റ്സ് ആണെങ്കിൽ ഇന്റർലൂക്കിൻ 1 പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇന്റർലൂക്കിൻ 1 ആണെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യും. ഈ ഫൈബ്രോബ്ലാസ്റ്റിന് വൈറ്റമിൻ സി വേണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പറയും. അപ്പൊ അതിനകത്ത് വൈറ്റമിൻ സി പറയും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഫൈബ്രോബ്ലാസ്റ്റിന് വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ സി ഉണ്ടെങ്കിലേ ഫൈബ്രോബ്ലാസ്റ്റ് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ സെക്കൻഡ് ഫേസിൽ ഫൈബ്രോബ്ലാസ്റ്റ് എന്ത് ചെയ്യും, ഇതൊക്കെ ഉണ്ടാക്കും പറഞ്ഞില്ലേ, കൊളാജൻ, ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ്, അതിന്റെ ആക്ടിവിറ്റി ഉണ്ടാവും പ്രൊലിഫറേറ്റീവ് ഫേസിൽ. ഓക്കെ, അപ്പൊ അത്രയാണ് ഫേസസിൽ എഴുതാനുള്ളത്. എന്തൊക്കെയാണ് ഫേസ് എന്ന് എഴുതുക, എന്തൊക്കെ സെൽസ് ഇൻവോൾവ് ആണ്, എന്തൊക്കെ ഇവന്റ്സ് നടക്കും എന്നുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്തിനും ഒന്നുകൂടെ പറയണോ? ഈ 5 സ്റ്റേജ് തന്നെ 5 സ്റ്റേജ് ഈ 3 ഫേസിലായിട്ട് നടക്കും. അപ്പൊ ഫസ്റ്റ് ഇൻഫ്ലമേറ്ററി ഫേസിൽ സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ കഴിഞ്ഞു. അപ്പൊ പ്രൊലിഫറേറ്റീവ് ഫേസിൽ എന്തോ സ്റ്റേജ് ഓഫ് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷനും സ്റ്റേജ് ഓഫ് എപ്പിത്തലൈസേഷനും കഴിഞ്ഞില്ലേ. പിന്നെ ലാസ്റ്റ് റീമോഡലിംഗ് ഫേസ് വന്നപ്പോഴത്തേനും നമ്മൾ സ്കാർ ഫോർമേഷൻ, മെച്ചുറേഷൻ ഒക്കെ പറഞ്ഞില്ലേ. 5നെ 3ആയിട്ട് നമ്മൾ ഫേസ് ആക്കിയില്ലേ. ഫേസിലായിട്ടാണ് പറയുന്നത്. 3 ഫേസ് ആയിട്ട് നമ്മൾ 5 സ്റ്റേജ് പറയുന്നുണ്ട്. ഈ SRBക്കകത്ത് ഒരു ബോക്സിൽ 5 സ്റ്റേജ് പറയുന്നുണ്ട്. പക്ഷെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 3 ഫേസിലായിട്ടാണ് ഈ 5 സ്റ്റേജും എടുത്ത് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് 3 മാർക്ക് കിട്ടി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ സെക്കൻഡ് പാർട്ട് മെൻഷൻ ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് ആണ്. കോംപ്ലിക്കേഷൻസ് ഞാൻ ഈ PPT കണ്ടേ, ഇവര് കുറച്ചുകൂടി നന്നായിട്ടാണ് കോംപ്ലിക്കേഷൻസ് പറയുന്നത്. അപ്പം 3 രീതിയിൽ കോംപ്ലിക്കേഷൻസ് വരാം. ഒന്നെന്ന് പറഞ്ഞാൽ സ്കാർ ഫോർമേഷൻ ഡെഫിഷ്യന്റ് ആയത് കാരണം, അല്ലെങ്കിൽ എക്സസീവ് ഫോർമേഷൻ ഓഫ് റിപ്പയർ കമ്പോണൻസ് കാരണം, അല്ലെങ്കിൽ എക്സാഗറേറ്റഡ് കൺട്രാക്ഷൻ. ഈ 3 പ്രശ്നങ്ങൾ കാരണം കോംപ്ലിക്കേഷൻസ് വരാം. ഓക്കെ, ഈ ഡെഫിഷ്യന്റ് സ്കാർ ഫോർമേഷൻ കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഊണ്ട് ഡെഹിസൻസ്, അൾസറേഷൻ ഒക്കെ. സ്കാർ മര്യാദയ്ക്ക് ഫോം ചെയ്തില്ല, അപ്പൊ എന്ത് പറ്റും, ഊണ്ട് റപ്ചർ ഉണ്ടാവും. അപ്പൊ ഊണ്ട് ഡെഹിസൻസ് വരും. പിന്നെ അൾസറേഷൻ, ആ റീജിയനിലൊക്കെ എന്താ അൾസറേഷൻ വരാം. പിന്നെ ഇൻഫെക്ഷൻ ടെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, ഇൻഫെക്ഷൻ അടിക്കാം. പിന്നെ ഇതാണ് ഊണ്ട് ഡെഹിസൻസ് എന്ന് പറയുന്നത്, റപ്ചർ ആയി. പിന്നെ അടുത്തത് എക്സസീവ് ഫോർമേഷൻ ഓഫ് റിപ്പയർ കമ്പോണൻസ് കാരണം. അതെന്തൊക്കെയാ, കീലോയിഡ് ഹൈപ്പർട്രോഫിക് സ്കാർ, എക്സ്യൂബറന്റ് ഗ്രാനുലേഷൻ, അതൊക്കെ നടക്കും. അതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. കീലോയിഡ് ഹൈപ്പർട്രോഫിക് സ്കാർ എന്നൊക്കെ പറയുന്നത് വേറെ ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിക്കും. അത് എന്തുകൊണ്ടാണ് കീലോയിഡ് ഹൈപ്പർട്രോഫിക് സ്കാർ ഒക്കെ വരുന്നത്, കൊളാജൻ ഡിപ്പോസിഷൻ കൂടുതലായത് കാരണം. കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പ്രൊലിഫറേറ്റീവ് ഫേസിൽ, അത് ഭയങ്കരമായിട്ട് കൂടിപ്പോയാൽ എന്ത് പറ്റും, കീലോയിഡ് ഹൈപ്പർട്രോഫിക് സ്കാർ ഒക്കെ ഉണ്ടാവും. ഇനി എക്സ്യൂബറന്റ് ഗ്രാനുലേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാവുന്നത് കൂടുതലായി പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അത് സറൗണ്ടിങ് സ്കിന്നിൽ നിന്ന് മുകളിലോട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. അപ്പം റീ എപ്പിത്തലൈസേഷൻ മര്യാദയ്ക്ക് നടക്കൂല. ഓക്കെ, അതാണ് അതിന്റെ വേറൊരു കോംപ്ലിക്കേഷൻ, എക്സ്യൂബറന്റ് ഗ്രാനുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് എക്സ്യൂബറന്റ് ഗ്രാനുലേഷൻ. കണ്ടോ ഈ പടത്തില് ഗ്രാനുലേഷൻ ടിഷ്യൂ മുകളിലോട്ട് നിൽക്കുക. അപ്പം എപ്പിത്തീലിയത്തിന് മര്യാദയ്ക്ക് ഫോം ചെയ്യാൻ പറ്റത്തില്ല, റീ എപ്പിത്തലൈസേഷൻ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതാണ് കീലോയിഡ് എന്ന് പറയുന്നത്. കീലോയിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എക്സസീവ് കൊളാജൻ ഡിപ്പോസിഷൻ കാരണം. പിന്നെ മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ എക്സാഗറേറ്റഡ് കൺട്രാക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. അന്നേരം മൂവ്മെന്റ് ഓഫ് ജോയിന്റ്സ് ഒക്കെ കോംപ്രമൈസ്ഡ് ആയി പോവും. ഓക്കെ, ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ ഓർത്തെഴുതാം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് പറയുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് മാർജോളിൻ സൾസർ. അത് നമുക്ക് അറിയാലോ, ഇപ്പൊ എന്തെങ്കിലും സ്കാറോ ഊണ്ടോ ഒക്കെ ഉണ്ടായാൽ അതിൽ നിന്ന് മാലിഗ്നന്റ് ആയിട്ട് മാറുന്നതല്ലേ മാർജോളിൻ സൾസർ എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ മാർജോണൽ അൾസർ ഡെവലപ്പ് ചെയ്യാം, പിന്നെ പിഗ്മെന്റേഷൻ ഓഫ് ദ സ്കിൻ വരാം, ഇൻസിഷണൽ ഹെർണിയ ഒക്കെ വരാം. ഓക്കെ, അതും കോംപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓർത്തെഴുതാം. മനസ്സിലായോ? കോംപ്ലിക്കേഷൻ ഓർക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ഇത് 3 മെയിൻ കാര്യങ്ങൾ: ഡെഫിഷ്യന്റ് സ്കാർ ഫോർമേഷൻ, എക്സസീവ് ഫോർമേഷൻ ഓഫ് റിപ്പയർ കമ്പോണൻസും എക്സാഗ്രേറ്റഡ് കൺട്രാക്ഷനും കാരണമാണ് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഓർത്തെങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു, കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തോ വേണ്ട? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വൂണ്ട് ഹീലിംഗ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് 2 ആയിട്ടാണ് നമ്മൾ പറയുന്നത്: ലോക്കൽ ഫാക്ടേഴ്സും ജനറൽ ഫാക്ടേഴ്സും. ഓക്കെ, സോ ലോക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ലോക്കലി വരുന്ന സാധനങ്ങൾ. ഫസ്റ്റ് ഇൻഫെക്ഷൻ ആണ് മെയിൻ ഫാക്ടർ എഫക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് ഡിലേഡ് ആവും. പിന്നെ പ്രസൻസ് ഓഫ് ഫോറിൻ ബോഡി, നമ്മുടെ ഫ്യൂച്ചർ മെറ്റീരിയൽ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ഹീലിംഗ് എഫക്റ്റഡ് ആവും. പിന്നെ ബ്ലഡ് സപ്ലൈ, പുവർ ബ്ലഡ് സപ്ലൈ ആണെങ്കിൽ വീനസ് സ്റ്റാസിസ്, സൈസ്, ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് വൂണ്ട്, എക്സ്ട്രാ ഇറേഡിയേറ്റഡ് ഏരിയാസ്. ടെക്സ്റ്റിൽ കുറെ പറയുന്നുണ്ട്, ഞാനൊരു 6 പറയുന്നുള്ളൂ കേട്ടോ, ഓർക്കാൻ വേണ്ടി. ലോക്കൽ ഫാക്ടേഴ്സിൽ എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാ: ഇൻഫെക്ഷൻ, പ്രസൻസ് ഓഫ് ഫോറിൻ ബോഡീസ്, പുവർ ബ്ലഡ് സപ്ലൈ, വീനസ് സ്റ്റാസിസ്, സൈസ്, ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് വൂണ്ട്, എക്സ്ട്രാ ഇറേഡിയേറ്റഡ് ഏരിയാസ്. ഈ സംഭവം ഇതൊക്കെയാണ് ലോക്കൽ ഫാക്ടേഴ്സ്. ഇനി ജനറൽ ഫാക്ടേഴ്സ് ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റ് ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കുന്ന കുറച്ച് അവസ്ഥകളാണ് ജനറൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. ലൈക്ക് ഡയബറ്റിസ്, HIV, എക്സസീവ് സ്റ്റിറോയിഡ് യൂസേജ്, പിന്നെ മാലിഗ്നൻസി, ഏജ്, ഒബീസിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വൈറ്റമിൻ സി വേണം എന്ന്. അപ്പൊ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് എഫക്റ്റഡ് ആവൂലേ? അതുപോലെ ഈ ടൈപ്പ് 3 കൊളാജൻ, ടൈപ്പ് 1 കൊളാജൻ പറഞ്ഞില്ലേ, അതിനകത്ത് ടൈപ്പ് 3 കൊളാജന്റെ കോഫാക്ടർ ആണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് ഡെഫിഷ്യൻസി വന്നാലും വൂണ്ട് ഹീലിംഗ് എഫക്റ്റഡ് ആവും. വൈറ്റമിൻ ഡെഫിഷ്യൻസി. അതൊക്കെയാണ് ജനറൽ ഫാക്ടേഴ്സ്. ഒരു 6 വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ലോക്കൽ ഫാക്ടേഴ്സും ജനറൽ ഫാക്ടേഴ്സും. ലോക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഇൻഫെക്ഷൻ, പ്രസൻസ് ഓഫ് ഫോറിൻ ബോഡീസ്, പുവർ ബ്ലഡ് സപ്ലൈ, വീനസ് സ്റ്റാസിസ്, സൈസ്, ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് വൂണ്ട്, എക്സ്ട്രാ ഇറേഡിയേറ്റഡ് ഏരിയാസ്. ജനറൽ ഫാക്ടേഴ്സ് ആകുമ്പോൾ നമ്മുടെ പേഷ്യന്റിനെ വീക്ക് ആക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്: ഡയബറ്റിസ്, HIV, എക്സസീവ് സ്റ്റിറോയിഡ് യൂസേജ്, മാലിഗ്നൻസി, ഏജ്, ഒബീസിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോൾ. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, എസ്പെഷ്യലി വൈറ്റമിൻ സി ഡെഫിഷ്യൻസി, പിന്നെ സിങ്ക് ഡെഫിഷ്യൻസി. ഓക്കെ, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി ഒരു പടം കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ സ്റ്റേജസ്. ഹീമോസ്റ്റാസിസ്. ആദ്യം ഇൻഫ്ലമേറ്ററി ഫേസ് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇവന്റ് ആണ് ഹീമോസ്റ്റാസിസ്. അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലമേറ്ററി ഫേസ്. ആദ്യം ഹീമോസ്റ്റാസിസിന് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇൻഫ്ലമേറ്ററി ഫേസ് നോക്കിക്കേ, മാക്രോഫേജസ് അല്ലേ കൂടുതലായിട്ട് കാണിച്ചേക്കുന്നത്. ആ ഒരു സമയത്താണ് മാക്രോഫേജ് കൂടുതലായിട്ട് വരുന്നത്. സോറി, മാക്രോഫേജ് കൂടുതലായിട്ട് വരുന്നത് പ്രൊലിഫറേറ്റീവ് ഫേസിലാണ്. അതിനകത്ത് എന്തോ പ്രശ്നം പറ്റിയത്. ടെക്സ്റ്റിനകത്ത് അങ്ങനെയാ പറയുന്നത്. പടം നോക്കണ്ട. ഈ പടം നോക്കിക്കോ. ഇതിനകത്ത് പ്രൊലിഫറേറ്റീവ് സ്റ്റേജിലല്ലേ കൂടുതൽ മാക്രോഫേജസ് കാണിച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫേസിലാണെങ്കിൽ ഇൻഫ്ലമേറ്ററി ഫേസ് ആണെങ്കിൽ ന്യൂട്രോഫിൽസ് അല്ലേ കൂടുതലും കാണിച്ചേക്കുന്നത്. കണ്ടോ? കാണുന്നുണ്ടോ? അത് കഴിഞ്ഞ് പ്രൊലിഫറേറ്റീവ് സ്റ്റേജ് ആയപ്പോഴത്തേനും കൂടുതലായിട്ട് മാക്രോഫേജസ് ഒക്കെ വരും. ആ ഒരു സമയത്താണ് മാക്രോഫേജസ് വരുന്നത്. പിന്നെ ആൻജിയോജെൻസിസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഇവന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഗ്രാനുലേഷൻ ടിഷ്യൂ, ആൻജിയോജെൻസിസ്, പിന്നെ റീഎപ്പിത്തിലൈസേഷൻ ഒക്കെ നടക്കുന്നത് ഈ പ്രൊലിഫറേറ്റീവ് സ്റ്റേജിലാണ്. പിന്നെ മെച്ചുറേഷൻ ഫേസ് ആകുമ്പോഴത്തേനും വൂണ്ട് കൺട്രാക്ഷൻ, കൊളാജൻസ് വന്നിട്ട് ക്രോസ് ലിങ്കിങ് ഒക്കെ നടക്കും. മെച്ചുറേഷൻ ഓഫ് ദ കൊളാജൻ, അതൊക്കെയാണ് മെച്ചുറേഷൻ ഫേസ്, റീമോഡലിംഗ് ഫേസിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് 3 ഫേസസ് എന്ന് പറയുന്നത്. ഇവരൊരു ലേറ്റ് ഇൻഫ്ലമേറ്ററി ഫേസ് പറയുന്നുണ്ട്, അത് വേണ്ട, നമ്മുടെ ടെക്സ്റ്റ് 3 ഫേസേ പറയുന്നുള്ളൂ. കഴിഞ്ഞ എന്തേലും പറയണോ ഒന്നുകൂടെ? ഹലോ, മനസ്സിലായോ? ഈ 3 മാത്രം പഠിച്ചാൽ മതി. ടോപ്പിക് അത്രയുള്ള കഴിഞ്ഞോ? എടാ, വൂണ്ട് ഹീലിംഗിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് പറഞ്ഞത്. സ്റ്റേജസും കോംപ്ലിക്കേഷനും ഫാക്ടേഴ്സ് എഫക്റ്റിങ്ങും. കൊളാട്രലില് ഈ ചാപ്റ്ററിൽ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ കീലോഡും ഹൈപ്പർട്രോഫി സ്കാറും ഉണ്ട്, അത് നാളെ എടുക്കും. ഓക്കെ. താങ്ക് യു.